ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ പക്ഷം കേരളത്തിലെങ്കിലും കഴിഞ്ഞ കുറച്ച് 2-3 ദിവസമായി ചർച്ച ചെയ്യുന്നത് ഈ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത്ര കാലത്ത് ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഇല്ലാതിരുന്ന ഈ പ്രശ്നമാണോ ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്, അദ്ദേഹം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം? വയനാട്ടിൽ അത് മാത്രമല്ല, വയനാട്ടിൽ ദേശീയ പ്രശ്നങ്ങളും വയനാട്ടിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം BJP ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ആ വിഷയം എങ്ങനെ ഇത്രയധികം ശ്രദ്ധ നേടുന്ന വിഷയമായി മാറി എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ന് ജീവിക്കുന്ന ആളുകളുടെ മനസ്സിൽ അവരുടെ ചരിത്രത്തെക്കുറിച്ചും അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചും അവരുടെ പൂർവികരുടെ ജീവിത രീതിയെക്കുറിച്ചും ആ കാലഘട്ടത്തെക്കുറിച്ചെല്ലാം സ്മരണയുള്ള ആളുകളല്ലേ. അപ്പോൾ അവർ ഒരു വിഷയം വരുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് ചിന്തിച്ച് ചർച്ച ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? ഏത് കാലഘട്ടത്തിലാണ് ഗണപതി വട്ടം എന്നുള്ള പേര് മാറ്റപ്പെടുന്ന സാഹചര്യം? ആ വിഷയം ശരിയാണല്ലോ എന്ന് ചിന്തിച്ചാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാട്ടിൽ ചർച്ച ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പാരമ്പര്യത്തെക്കുറിച്ചും പൂർവികതയെക്കുറിച്ചും ഉള്ള ഓർമ്മകളുള്ള മനുഷ്യർ അതിനെക്കുറിച്ച് പറയണമല്ലോ. സുൽത്താൻ ബത്തേരിയിൽ ആർക്കാണ് ഇതിനെക്കുറിച്ച് അത്തരത്തിലൊരു ആക്ഷേപമുള്ളത്? കെ സുരേന്ദ്രൻ ഈ കാര്യം ഉന്നയിക്കുന്നത് വരെ. കൃഷ്ണദാസ്, നമ്മുടെ രാജ്യത്തെ എത്രയോ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ എല്ലാ സ്ഥലങ്ങളുടെയും എല്ലാ സംവിധാനങ്ങളുടെയും പേരുകൾ ജവഹർലാൽ നെഹ്റു എന്നും ഇന്ദിരാഗാന്ധി എന്നും മാത്രമായിരുന്നു, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി എന്നും മാത്രമായിരുന്നു. അവരാണോ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥമായി ജനാധിപത്യ പ്രക്രിയ പരിപോഷിപ്പിക്കുന്ന ആളുകൾ? അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നു. അവർ അവരുടെ ജീവിത കാലഘട്ടത്തിൽ ആ വാദത്തിനോട് ഞാൻ താങ്കളോട് യോജിക്കുകയാണ്. യോജിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ കണ്ണൂർ ആയിക്കോട്ടെ, ഇപ്പോൾ ചെന്നൈ എന്ന് ഉപയോഗിക്കുന്നത്, അങ്ങനെ നിരവധി സ്ഥലങ്ങൾ, ബോംബെ എന്ന് ഉപയോഗിക്കുന്നത്, അങ്ങനെ നിരവധി സ്ഥലങ്ങളുടെ പേരുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരു തർക്കവുമില്ല, ഇനിയും ഒരുപക്ഷെ മാറ്റി. പക്ഷേ ഒരു വിഭാഗത്തിന്റെ മാത്രം പേരിനോട് ചേർന്ന് നിൽക്കുന്നത് മാത്രം മാറ്റുന്ന BJPയുടെ പ്രവണത, അതിന്റെ തുടർച്ചയാണല്ലോ സുൽത്താൻ ബത്തേരിയിലും നമ്മൾ കാണുന്നത്. അത് മാത്രം എന്തുകൊണ്ടുണ്ടാകുന്നു? അതൊരു വിഭാഗത്തിൻ്റെ പേര് മാത്രമല്ലല്ലോ. നിങ്ങൾ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP അല്ലല്ലോ. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കോളൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് സുൽത്താൻ ബത്തേരി എന്ന സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഗണപതി വട്ടം എന്നാണ്. അത് നിങ്ങൾക്കും എനിക്കും പരിശോധിക്കാവുന്നേ ഉള്ളൂ. എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അത് പരിശോധിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അപ്പോൾ അത് മാറ്റണമോ മാറ്റണ്ടയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അതൊരു ചർച്ചയ്ക്ക് വരുന്നതിൽ തെറ്റില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ ജനാധിപത്യ പ്രക്രിയ വിഷയം ഒരു ദേശീയ ചാനലിന് നൽകുന്ന അഭിമുഖത്തിൽ പറയുമ്പോൾ അത് BJPയുടെ കൂടി തീരുമാനമാണോ? BJPക്ക് കൂടി അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടോ? ജയിച്ചാൽ എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും നടക്കുകയില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഈ അഭിമുഖം കേൾക്കുന്ന റിപ്പബ്ലിക് TVയുടെ അവതാരകന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയില്ലായിരിക്കാം, സുരേന്ദ്രന്റെ മുൻകാല തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ അറിയില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു ഭാവനയിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു നയം, കാഴ്ചപ്പാട് BJPക്ക് ഉണ്ടോ? അല്ല, ഞാനതാ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെ നിരവധി പ്രദേശങ്ങളുടെ പേരുകൾ, സ്ഥലങ്ങളുടെ പേരുകൾ നേരത്തെ ആശ്രിത സൂചിപ്പിച്ചതുപോലെ തന്നെ മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് മാറ്റുന്നതിൽ തെറ്റില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മാറ്റണ്ട എന്ന് നിർബന്ധ ബുദ്ധിയുണ്ടോ? അങ്ങനെയില്ലല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ് ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യയിൽ ജനാധിപത്യമുള്ളൂ എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇടതുപക്ഷം ഇല്ലെങ്കിലും ജനാധിപത്യമുണ്ട്. ഇടതുപക്ഷം ഉള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ ജനാധിപത്യമുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നിന്നും വെട്ടിമാറ്റുന്നത് കൃഷ്ണദാസ്, അത് ജനാധിപത്യത്തിനോട് എത്രമേൽ ചേർന്ന് നിൽക്കുന്ന നടപടിയാണ്. അങ്ങനെയുള്ളത് മാത്രമേ മാറ്റുന്നുള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ എത്ര പേരുകൾ മാറ്റിയിട്ടുണ്ട്? അതിൽ എത്ര പേരുകൾ ഈ പറഞ്ഞ തരത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നവയായിരുന്നു? നമ്മുടെ രാജ്യത്ത് മുഗൾ എന്നുള്ള ഒരു വിവക്ഷയുടെ അടിസ്ഥാനത്തിലല്ല, മുഗൾ ഭരണ കാലഘട്ടം എന്നുള്ള വിവക്ഷയുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനാധിപത്യ പ്രക്രിയ ആ കാലഘട്ടങ്ങളിൽ രാജ്യത്തിൻ്റെ ചെറുത്തുനിൽപ്പിനെ എതിർത്തിട്ടുള്ള ശക്തികൾ നടത്തിയിട്ടുള്ള മാറ്റങ്ങളെ എല്ലാം നമ്മൾ എതിർത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള പേരുകൾ നമ്മൾ മാറ്റിയിട്ടില്ലേ? സ്ഥലപ്പേരുകൾ മാറ്റിയിട്ടില്ലേ? കെട്ടിടങ്ങൾ മാറ്റിയിട്ടില്ലേ? പേരുകൾ പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടില്ലേ? അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതിലൊന്നും തെറ്റൊന്നും കാണേണ്ടതില്ല. അതൊക്കെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ അവരുടെ ആശയായി കാണുന്ന സർക്കാരുകൾ വരുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങൾക്ക് EMSന്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൊണ്ടാണോ? കാരണം താങ്കൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അത്തരം പേരുകൾ മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ സവർക്കറെ അംഗീകരിക്കുന്നുണ്ടോ?
സവർക്കറെ അംഗീകരിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഒരു വലിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടായിരുന്നു സവർക്കറും സുഭാഷ് ചന്ദ്രബോസും പോലെയുള്ള ധീരരായിട്ടുള്ള പോരാളികൾ. പഴശ്ശിരാജാവിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് വാസ്തവ ചിന്തിക്കുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുള്ള അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ NCERT-യുടെ പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിവാദം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നത്, അല്ലേ കൃഷ്ണദാസ്? അപ്പോൾ ആ നിലയിൽ ഒരുപക്ഷേ ഇനിയുള്ള തലമുറ സവർക്കറെ അങ്ങനെ പഠിക്കാം, പക്ഷേ ഇതുവരെയുള്ള തലമുറ അങ്ങനെ സവർക്കറെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ താങ്കൾ പറയുന്നപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത സവർക്കർ എങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം ചേർത്ത് പറയാൻ കൃഷ്ണദാസിന് സാധിക്കുന്നത്? അതായത് അസിത പഠിച്ച ചരിത്രവും ഞാൻ മനസ്സിലാക്കുന്ന ചരിത്രവും മറ്റ് പലരും മനസ്സിലാക്കുന്ന ചരിത്രവും തമ്മിൽ വ്യത്യാസമാണ്. അതൊരു വിഷയത്തിൻ്റെ പ്രശ്നമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം എന്താ? ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്നുള്ള വിഷയം സമ്പത്ത് മനസ്സിലാക്കുന്ന പോലെയോ അസിത മനസ്സിലാക്കുന്ന പോലെയോ അല്ല ഞാനും ഹരി മനസ്സിലാക്കുന്നത്. ഓരോ ആളുകൾ മനസ്സിലാക്കുന്നത് ചരിത്രത്തിൽ വസ്തുതയൊന്നല്ലേ ഉള്ളൂ? അല്ല, വസ്തുത ഒന്നേ ഉണ്ടാകൂ. ആ വസ്തുതയെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പഴശ്ശിരാജ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സത്യമുണ്ടോ? സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളും. അവർ ചില ആളുകളെ സംബന്ധിച്ച് ഞാൻ തിരിച്ചു ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചോദ്യങ്ങളാവും. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ ജയിലിൽ കിടന്നിട്ടുള്ള പല CPM നേതാക്കന്മാരും അല്ലല്ല അടിയന്തരാവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ CPM-ൻ്റെ പല നേതാക്കന്മാരും അടിയന്തരാവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി മാപ്പ് എഴുതി കൊടുക്കുകയോ സർക്കാരുമായി സെറ്റിൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രവും വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതാത് കാലഘട്ടത്തിലെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളൊരു സമരത്തിൽ പങ്കെടുക്കുന്നത്, നിങ്ങളൊരു സമരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത്, സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ സമരത്തിൻ്റെ രീതിക്കും സ്വഭാവത്തിനും വിഷയത്തിനും അനുസരിച്ചാണെന്ന്. നിങ്ങൾ ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു കാര്യത്തെ എടുത്തു പിടിച്ചുകൊണ്ട് അത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ ചോദിക്കട്ടെ, സവർക്കർ ജയിലിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, സവർക്കർ എന്ന് പറയുന്ന മനുഷ്യൻ എത്ര വട്ടം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? അത് വെറുതെ ഇരുന്നത് കൊണ്ടാണോ ശിക്ഷിക്കപ്പെട്ടത്? അല്ലെങ്കിൽ മാപ്പെഴുതി കൊടുത്തുകൊണ്ടാണോ അദ്ദേഹം പുറത്തു വന്നത്? അല്ലല്ലോ. അദ്ദേഹം ഇരട്ട ജീവപര്യന്തവും അതിൽ കൂടുതൽ കാലം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ആൻഡമാൻ നിക്കോബാറിലെ ജയിലുകൾ എന്ന് പറയുന്നത് സവർക്കറെ ഓർക്കാതെ എങ്ങനെയാ ജയിലുകളിലേക്ക് തിരിച്ചു വരാൻ കഴിയും? ഇപ്പോൾ സവർക്കറുടെ കാര്യം ശരി, താങ്കൾ സവർക്കറുടെ ചരിത്രത്തെ ആ നിലയിൽ കാണുന്നു. ഗോഡ്സെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്. അതിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നിന്ന ആളുകളെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ചല്ലല്ലോ നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. അല്ല, ഇതിപ്പോൾ എൻ്റെ ഒരു ചോദ്യമാണല്ലോ കൃഷ്ണദാസ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ അധിനിവേശ ശക്തികളെ നമ്മൾ തള്ളിക്കളയണമെങ്കിൽ അധിനിവേശ ശക്തികൾ ഇപ്പോൾ താങ്കൾ അതിൽ ടിപ്പു സുൽത്താനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ടിപ്പു സുൽത്താൻ ഈ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ 10 ചുരുങ്ങിയ പക്ഷം അക്കമിട്ട് പറയാൻ കഴിയും, അതിൽ സംശയമില്ല. അപ്പോൾ അതിനോട് ചേർത്താണ് ഞാൻ സവർക്കറെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ BJP-യുടെ ആരാധനാപാത്രങ്ങളാണല്ലോ. അതിനെ തുടർന്ന് ഗോഡ്സെ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിക്കുന്നത്. അത് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നതാണ്. അല്ല, എനിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ അറിവ് പരിമിതമായതുകൊണ്ട് എനിക്കതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയില്ല.